കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ഗുരുതര ചികിത്സാ പിഴവ് എന്നുള്ളതാണ് ഈ മണിക്കൂറിലെ പ്രധാനപ്പെട്ട വാർത്തകളിലൊന്ന്. 6ാം വിരൽ ശസ്ത്രക്രിയ ചെയ്ത് നീക്കുന്നതിന് പകരം നാവിൽ സർജറി ചെയ്തിരിക്കുന്നതുമായി ബന്ധപ്പെട്ട് ചെറുവണ്ണൂർ സ്വദേശിയായ 4 വയസ്സുകാരിയുടെ ബന്ധുക്കൾ വലിയ പ്രതിഷേധമുയർത്തുന്നുണ്ട്. ശ്രീമതി ഹർഷീന ഇപ്പോൾ നമ്മോടൊപ്പം ടെലിഫോണിൽ ചെയ്യുന്നുണ്ട്. ഹർഷീന, നേരത്തെ ഇതേ മെഡിക്കൽ കോളേജ് വെച്ച് സമാനമായ രീതിയിൽ അനാസ്ഥ നേരിട്ട ആളാണ്. ഹർഷീന ഇപ്പോഴും വലിയ പോരാട്ടം അതുമായി ബന്ധപ്പെട്ട് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ശ്രീമതി ഹർഷീന, അവിടെ ഉണ്ടായ മറ്റൊരു സംഭവം ഇപ്പോൾ ഹർഷീന അറിഞ്ഞിരിക്കുമല്ലോ. എങ്ങനെയാണ് ഇതിനെ കാണുന്നത് ഹർഷീന? ഇതിപ്പോ എന്താ പറയാ, നമ്മളെ ഒരു മെഡിക്കൽ കോളേജിൽ അത്രയും സാധാരണക്കാർ അത്രയും വിശ്വസിച്ച് പോകുന്ന ഒരു കോഴിക്കോട് ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് പോലെയുള്ള ഒരു സ്ഥലങ്ങളിൽ ഇത്രയും അശ്രദ്ധ വരുന്നത്, ശ്രദ്ധയില്ലായ്മയിലൂടെ ഇങ്ങനെ ഇത്തരം സംഭവങ്ങൾ എന്ന് പറയുമ്പോൾ നമ്മൾ എല്ലാവർക്കും വളരെയധികം പ്രയാസം ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ്. ഞാൻ പോലും അനുഭവിച്ച ഒരു കാര്യത്തിന് രണ്ട് വർഷത്തോളായി പോരാട്ടത്തിലാണ്. 7 വർഷത്തോളായി അനുഭവിച്ച് ഇനിയും അടുത്ത സർജറിക്ക് ഒരുങ്ങി നിൽക്കുകയാണ്. ഈ ഒരൊറ്റ അശ്രദ്ധ കൊണ്ട് അടുത്ത 21-ന് അടുത്ത സർജറിക്ക് ഒരുങ്ങി നിൽക്കുന്ന ഒരു അവസ്ഥയിലാണ് ഇപ്പോൾ ഉള്ളത്. നമ്മളെ ജീവിതം തന്നെ എന്താ പറയാ, വഴിമുട്ടി പോകുന്ന ഒരവസ്ഥയിലേക്കാണ് ചെറിയൊരു നേരത്തെ ശ്രദ്ധയില്ലായ്മ. ഒരു മനുഷ്യൻ ഒരു സർജറി ടേബിളിന് മുന്നിൽ ഒരു ഡോക്ടേഴ്സ് അല്ലെ ഒരു ആരോഗ്യ പ്രവർത്തകരുടെ മുന്നിലേക്ക് നമ്മൾ ഇട്ട് കൊടുക്കുന്നത് നമ്മളെ ജീവനാണ്, നമ്മളെ ജീവിതമാണ്. അപ്പൊ അവിടെ അവര് കാണിക്കുന്ന ശ്രദ്ധയില്ലായ്മ ഒരു കുടുംബത്തിനെ അല്ലെങ്കിൽ ആ ഒരു വ്യക്തിനെ അല്ല ആ കുടുംബത്തിനെ എത്രത്തോളം ബാധിക്കും എന്നുള്ളത് ഏറ്റവും വ്യക്തമായി മനസ്സിലാക്കിയ ഒരാൾ എന്ന നിലക്ക് ഈ ഒരു സംഭവം കേൾക്കുമ്പോൾ വളരെ പ്രയാസം തോന്നുന്നുണ്ട്. കാരണം ഇങ്ങനെയുള്ള സംഭവങ്ങൾ തുടരുന്നതിന്റെ പ്രധാന കാരണമായിട്ട് എനിക്ക് എന്റെ അനുഭവത്തിൽ മനസ്സിലായത്, ഇതിനൊരു നടപടി ഉണ്ടാവുന്നില്ല. ഇങ്ങനെയുള്ള ഇത്തരം വാർത്തകൾ വരുമ്പോൾ ആരോഗ്യവകുപ്പായാലും ആരോഗ്യമന്ത്രിയായാലും വനിതാ കമ്മീഷൻ, മനുഷ്യാവകാശ കമ്മീഷൻ എന്ന് പറഞ്ഞിട്ട് പല ആളുകളും ചാടി വന്നിട്ട് ഉടൻ നടപടി ഉണ്ടാവും, ഇതിൽ ഉടൻ തീരുമാനം ഉണ്ടാവും, നീതി ഉറപ്പാക്കും എന്നൊക്കെ പറയാന്നല്ലാതെ ഇതിനൊരു തുടർ നടപടി ഉണ്ടാവുന്നില്ല എന്നുള്ളത് തന്നെയാണ്. ഇപ്പം തന്നെ ഈ ഒരു വിഷയത്തിൽ അവർക്ക് പരാതി ഇല്ല, അവരോട് ഡോക്ടർ അല്ലെ സൂപ്രണ്ട് മാപ്പ് പറഞ്ഞതുകൊണ്ട് അവർ പരാതി ഇല്ലാതെ പോകുന്നു എന്നാ പറഞ്ഞത്. കാരണം ഇതിന്റെ ഒക്കെ പുറകിൽ പോയാൽ എത്രത്തോളം നമ്മൾ പ്രയാസപ്പെടുന്നുണ്ട് എന്നുള്ളത് ഒരുവിധ ആളുകൾക്കൊക്കെ അറിയാം. നമ്മൾ തന്നെ ഒരു 104 ദിവസം 110 ദിവസത്തോളം തെരുവിൽ ഞാൻ ഇത്രയും അനുഭവിച്ച് ഞാൻ തെരുവിൽ സമരം ഇരിക്കേണ്ടി വന്നു. ആ ഒരു സമരം ഇരിക്കുന്ന സമയത്ത് ഇതുപോലെ ഒരുപാട് ആളുകൾ, ഓരോ ചെറിയ പിഴവുകൾ പറ്റിയ ആളുകൾ പരാതിയായിട്ട് പോയിട്ട് അവരെന്നോട് പറഞ്ഞ് ഇതൊന്നും പോയിട്ട് കാര്യമില്ല. കാരണം വലിയ വലിയ ആളുകളോട് വലിയ വലിയ സംവിധാനത്തോട് നമ്മളെപ്പോലുള്ള സാധാരണക്കാർ കളിച്ചിട്ട് എവിടെ എത്തൂല. ഹർഷീന, അത്തരമൊരു സംവിധാനത്തോട് ഹർഷീന ഇപ്പോഴും പൊരുതി നിൽക്കുകയാണ്. അതിനെ നമ്മൾ ആ നിലയ്ക്ക് തന്നെ കാണുകയും ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഹർഷീന സൂചിപ്പിച്ച പോലെ തന്നെ സാധാരണക്കാർ ആശുപത്രിയിൽ എത്തുന്നത്, സർക്കാർ ആശുപത്രിയിൽ എത്തുന്നത് ആ നിലയ്ക്ക് അവിടെ നിന്ന് ഇടപെടൽ ഉണ്ടാകുമെന്ന് കരുതിയിട്ടാണല്ലോ. ഒരു സംഭവം ഉണ്ടാകുമ്പോൾ കാണിക്കേണ്ട ജാഗ്രത പിന്നീടും അവിടെ നിന്ന് ഉണ്ടാകുന്നില്ല എന്നുള്ളത് ഗുരുതരമായൊരു സ്ഥിതിവിശേഷമാണല്ലോ ഹർഷീന. തീർച്ചയായും അതിനൊരു തക്കതായ ഒരു നടപടി വരുന്നില്ല എന്നുള്ളത് കൊണ്ട് മാത്രമാണ് ഇത്രയും വലിയ അശ്രദ്ധ വരുന്നത് എന്നുള്ളതാണ് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാനുള്ളത്. നമുക്ക് ഇതിനൊരു തക്കതായ നടപടി അല്ലെങ്കിൽ ഒരു ശിക്ഷ ഉണ്ട് എന്ന് അറിയുമ്പം കുറച്ചുകൂടെ ആളുകളായാലും ആരോഗ്യ പ്രവർത്തകരായാലും ഡോക്ടേഴ്സ് ആയാലും കുറച്ചുകൂടെ ഒരു ശ്രദ്ധ കൊടുക്കുന്നുള്ളതാണ്. ഇത് ഇനി എന്ത് സംഭവിച്ചാലും നമ്മൾക്ക് പ്രത്യേകിച്ച് ബുദ്ധിമുട്ടൊന്നുമില്ല. ആരോട് ജീവനല്ലേ, ഏതെങ്കിലും ആളുകളുടെ ജീവൻ നമ്മൾ ജോലി ചെയ്ത് നമുക്ക് പറ്റിപ്പോയാൽ കുഴപ്പമൊന്നുമില്ല എന്നുള്ളൊരു അവസ്ഥയിലേക്കാണ് ആരോഗ്യ പ്രവർത്തകരടക്കം വരുന്നത് എന്നുള്ള. എല്ലാ ഡോക്ടേഴ്സും എല്ലാ ആരോഗ്യ പ്രവർത്തകരും ഒന്നും ഒരിക്കലും നമ്മൾ പറയുന്നില്ല. പക്ഷെ ഇത്രയും വലിയ അശ്രദ്ധ വരുന്നതിന്റെ ഒരു മെയിൻ കാരണമായിട്ട് നമ്മളെ അനുഭവത്തിൽ നിന്നാണല്ലോ പറയാൻ കഴിയുക. മനസ്സിലായ ഇതാണ്. നന്ദി ഹർഷീന. ഏതായാലും ഹർഷീനയുടെ നിലപാട് വ്യക്തമാണ്. ആ പോരാട്ടം തുടരുക. അതിനൊപ്പം കേരളീയ സമൂഹമുണ്ട് എന്നൊരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തും.